ജൂൺ 12 രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തമുണ്ടായത്. ജൂൺ 12 ഉച്ചയ്ക്ക് 1:39 അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീംലൈനർ വിമാനം 2 കിലോമീറ്റർ അകലെയുള്ള മേഘാനി നഗറിൽ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് പതിക്കുന്നത്. 650 അടി ഉയരത്തിൽ നിന്ന് പതിച്ച വിമാനം ഒരു തീഗോളമായി ഹോസ്റ്റൽ കെട്ടിടത്തെയും സമീപ പ്രദേശത്തെയും വിഴുങ്ങുകയായിരുന്നു. 274 പേരാണ് അപകടത്തിൽ മരിച്ചത്. അപകടം നടന്ന സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയത് സമീപ പ്രദേശത്തെ ആളുകളാണ്. 56-കാരനായ രാജ്പു പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം അപകട സ്ഥലത്തെത്തിയത്. ആദ്യത്തെ 15 മുതൽ 20 മിനിറ്റ് വരെ തങ്ങൾക്ക് അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ലെന്നും ചുറ്റും തീയായിരുന്നുവെന്നും രാജ് പട്ടേൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥലത്ത് ആദ്യത്തെ അഗ്നിശമന സേനയും ആംബുലൻസും എത്തിയപ്പോൾ തങ്ങളും സഹായിക്കാനായി ഓടിയെത്തിയെന്നും സ്ട്രെച്ചറുകൾ കാണാത്തതിനാൽ സാരിയും ബെഡ്ഷീറ്റും ഉപയോഗിച്ചാണ് പരിക്കേറ്റവരെ സ്ഥലത്ത് നിന്ന് മാറ്റിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. രാജ് പട്ടേലിൻ്റെ സംഘം രാത്രി 9 മണി വരെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ശേഷം കത്തിനശിച്ച സ്ഥലത്തു നിന്ന് കണ്ടെത്തിയ സാധനങ്ങൾ ഇവർ പോലീസിന് കൈമാറി. 70 തോല സ്വർണ്ണാഭരണങ്ങൾ, അതായത് 800 ഗ്രാമിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ, 80,000 രൂപ, പാസ്പോർട്ടുകൾ, ഒരു ഭഗവത്ഗീത എന്നിവ സംഘം കണ്ടെടുത്തതായി രാജ് പട്ടേൽ അറിയിച്ചു. കണ്ടെടുത്ത എല്ലാ സ്വകാര്യ വസ്തുക്കളും രേഖപ്പെടുത്തുന്നുണ്ടെന്നും അവ അടുത്ത ബന്ധുക്കൾക്ക് തിരികെ നൽകുമെന്നും ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സംഘവി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടത്തിൽ കൊല്ലപ്പെട്ട 119 പേരുടെ മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരിച്ച മലയാളി രഞ്ജിത നായരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം രാജ്കോട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കരിച്ചതും. ഇന്നലെ തിരിച്ചറിഞ്ഞ 74 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. ഇതിൽ 12 എണ്ണം അഹമ്മദാബാദ് സ്വദേശികളുടേതാണ്. അതിനിടെ ബോയിങ്ങിൽ നിന്നുള്ള ഒരു സംഘവും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥരും അപകട സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തിയിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.